ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്നത് എനിക്ക് മാത്രം പറയാൻ പറ്റിയ ഒരു കണ്ടന്റാണ്. എനിക്കെന്നല്ല, വണ്ണമുള്ള ആർക്കും പറയാൻ പറ്റുന്ന ഒരു കണ്ടന്റാണ്. വണ്ണമുള്ളവർ നേരിടുന്ന ജീവിതത്തിലെ കുറച്ച് പ്രശ്നങ്ങൾ. വണ്ണമുള്ളവർ മെയിനായിട്ട് നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഫിസിക്കലി ആയിരിക്കും, മറ്റൊന്ന് മെന്റലി ആയിരിക്കും. ഫിസിക്കലി എന്ന് പറയുമ്പം നമ്മുടെ കാലിലുള്ള വേദനകൾ, അല്ലാതെയുള്ള പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതെല്ലാം വരാം. മെന്റലി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ കൂടെ ഉള്ളവരും ബാക്കിയുള്ള അയൽവക്കക്കാരും നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരും പറയുന്ന ഓരോരോ കാര്യങ്ങൾ നമുക്ക് തന്നെ അതൊരു ഹേർട്ടിങ് ആവാം. അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെയാണ് വണ്ണമുള്ളവർ ഏറ്റവും കൂടുതൽ നേരിടുന്നത്. അതിൽ മെയിൻ നോക്കുകയാണെങ്കിൽ ഫിസിക്കലിനേക്കാളും കൂടുതൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് മെന്റലി ആയിരിക്കും. ഫിസിക്കലി പറയുവാണെങ്കിൽ ഞാൻ നേരിട്ടേക്കുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് കുറേയൊക്കെ ദൂരം നടന്നു കഴിയുമ്പം നല്ല രീതിയിൽ അണയ്ക്കാൻ തുടങ്ങും. വണ്ണം ഉള്ളപ്പോഴും വണ്ണമില്ലാത്തപ്പോഴും നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങളെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യാൻ തുടങ്ങും. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, പള്ളിയിൽ പോയാൽ പോലും നമുക്ക് നിലത്തിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല. എന്തിന്? പള്ളിയിൽ നിന്ന് വേണ്ട, വീട്ടിൽ പോലും കുടുംബ പ്രാർത്ഥനയിൽ മുതിർന്നവർ കസേരയിൽ ഇരിക്കുമ്പം ആ ഒപ്പം കയറി ഇരുന്ന് നമുക്കും പ്രാർത്ഥിക്കേണ്ട ഒരവസ്ഥയൊക്കെ വരും. ചില അവസ്ഥകളിലൊക്കെ നമ്മളും നിസ്സഹായതയോടെ നോക്കി നിൽക്കേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ടാവും. ഇത് ഞാൻ പറയുന്നത് ചിലപ്പം വണ്ണമുള്ളവർക്ക് മനസ്സിലാവും. കാരണം ഞാൻ അനുഭവിക്കുന്ന സെയിം സിറ്റുവേഷൻ വഴി നിങ്ങളും കടന്നു പോയിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും നമ്മൾ വലിയ സങ്കടത്തോടെയോ അങ്ങനെയുള്ള ഒരു ചിന്തകളിലൂടെയോ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളില്ല. കാരണം ഞാനും അങ്ങനെ ഒരുപാട് ആലോചിച്ച് ഒരുപാട് വിഷമിച്ച് ഒരു മുറിക്കുള്ളിൽ ജീവിച്ച കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞ് ഞാൻ എന്തിനാണ് ഒരുപാട് നാളത്തേക്ക് അങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ ചിന്തിച്ച് ഞാൻ തന്നെ ഇപ്പോൾ എന്നെ പുറത്തേക്ക് കൊണ്ടുവന്നേക്കുവാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, മറ്റുള്ളവരൊക്കെ യാത്ര ചെയ്യുമ്പം അവർക്കൊക്കെ എത്ര നേരം വേണേലും കുത്തിയിരുന്ന് യാത്ര ചെയ്യാം. നമുക്കും യാത്ര ചെയ്യാൻ പറ്റില്ല എന്നല്ല പറയുന്നത്, നമുക്കും പറ്റും. പക്ഷെ കാലിലുള്ള നീരുകൾ കാരണവും ഒക്കെ നമുക്കൊന്ന് കാല് നിവർത്തി വെക്കാനോ അല്ലെങ്കിൽ യാത്രയ്ക്ക് പോകുന്ന ആ ഒരു തിടുക്കം ചിലപ്പം തിരിച്ചു വരുമ്പോൾ നമുക്കുണ്ടാവില്ല. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വണ്ണമുള്ളവർ അനുഭവിക്കാറുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം, എനിക്ക് KSRTC ബസ്സിൽ യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ബസ്സിലൊക്കെ കയറിയ നാളുകൾ ഞാൻ മറന്നു. ഒരു 2017-18 ആ ഒരു സമയത്തൊക്കെയാണ് ഞാനൊരു ബസ്സിൽ കയറി യാത്ര ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ യാത്ര ചെയ്തിട്ടില്ല. വേറൊന്നുമല്ല, ഒന്ന് എൻ്റെ കോൺഫിഡൻസ് കുറവായിരുന്നു. ഞാൻ ബസ്സിൽ കയറുമ്പം ആൾക്കാർക്ക് ഇരിക്കാനുള്ള സീറ്റ് കിട്ടുമോ, ഇനിയിപ്പം ഞാൻ ഇരുന്ന് കഴിഞ്ഞ് ബാക്കിയുള്ളവർ എന്നെ കളിയാക്കുമോ, ഇങ്ങനെയുള്ള കുറേ ചിന്തകളൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ നമുക്കതിന് ശേഷം വന്ന വയ്യാഴികയിലൂടെയോ കാലിലെ വേദനയിലൂടെയോ ഒന്നും നമുക്ക് ബസ്സിൽ കയറി യാത്ര ചെയ്യാനോ അതിനുള്ളൊരു കോൺഫിഡൻസോ ഒന്നുമില്ല. ഒരു സോളോ ട്രിപ്പ് പോകാനോ അങ്ങനെയുള്ളതൊന്നും പറ്റത്തില്ല. അല്ലെങ്കിൽ വല്ല കാറിലോ അങ്ങനെയൊക്കെ പോകാം. ഈ വണ്ണമുള്ളവർ നേരിടുന്ന വേറൊരു പ്രശ്നമാണത്. ബസ്സുകളോ അല്ലെങ്കിൽ ഈവൻ ഒരു ബൈക്കിലാണെങ്കിൽ പോലും ഒരു ലോങ് ജേർണി നമ്മളെ കൊണ്ട് പറ്റത്തില്ല. എനിക്ക് പറ്റത്തില്ല, പറ്റുന്നവരുണ്ടാകാം. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. എനിക്കത് പറ്റത്തില്ല. ഇനിയിപ്പം വണ്ണമൊക്കെ കുറച്ചിട്ട് എനിക്കും ഇതുപോലെ ഒരു ലോങ് ജേർണി പോകണം, ഒരു ബസ്സിൽ കയറി യാത്ര ചെയ്യണം, ഇതാണ് എൻ്റെ ഫസ്റ്റ് ആഗ്രഹം. പല കാരണങ്ങൾ കൊണ്ടും വീടിനുള്ളിൽ കഴിയുന്ന ഒരുപാട് പേര് കാണും. ഒരു 70% വണ്ണമുള്ള ആൾക്കാർ ഒരു മുറിക്കകത്ത് ഒതുങ്ങിക്കൂടുക എന്നുള്ളൊരു മെയിൻ ലക്ഷ്യത്തോടുകൂടിയായിരിക്കും ആൾക്കാർ നിൽക്കുന്നത്. വേറൊന്നുമല്ല, നിങ്ങളോട് ഈ വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ. നിങ്ങൾ എന്തെങ്കിലും വണ്ണമുള്ളവരെയോ അല്ലെങ്കിൽ മെലിഞ്ഞവരെയോ ഈവൻ ഒരു ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള ഒരാളെ കണ്ടാലോ അല്ലെങ്കിൽ ഒരു തൊലിനിറം പോലും വെച്ച് കമ്പയറും ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ കണ്ടാൽ പോലും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കി കണ്ണെടുക്കാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലതെന്ന് പറയും. കാരണം ആ നോക്കുന്ന ആ ഒരു സമയത്ത് മറ്റുള്ളവർ അനുഭവിക്കുന്ന ആ ഒരു വേദന ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ പറയും ആൾക്കാർക്ക് നോക്കാൻ പറ്റത്തില്ല എന്നൊക്കെ നോക്കുമായിരിക്കും. പക്ഷെ പറ്റും, നിങ്ങൾ നോക്കിക്കോ, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ജസ്റ്റ് ഇനി ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആ ഒരു സമയം ജസ്റ്റ് നിങ്ങൾക്കൊരു പുഞ്ചിരി കൊടുക്കാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് ഒരു പുഞ്ചിരി കൊടുക്കുക. അതും പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നോക്കി ആ കണ്ണൊന്നും എടുത്തേക്കുക. കാരണം അവരനുഭവിക്കുന്ന അല്ലെങ്കിൽ അവർ സഫർ ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എൻ്റെ ഇത്രയും നാളത്തുള്ള ഒരു കാഴ്ചപ്പാട് വെച്ച് പറയുവാണെങ്കിൽ വണ്ണമുള്ളവർ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത്
ഫിസിക്കലി അല്ല എന്ന് ഞാൻ പറയും. കൂടുതലും മെന്റലിയാണ്. ഞാൻ അനുഭവിച്ചത് മെന്റലിയാണ്. എന്നിരുന്നാലും ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ഒരു മുറിക്കുള്ളിൽ നിങ്ങൾ ഒതുങ്ങിക്കൂടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ പുറത്തു വരാനുള്ള ധൈര്യം കാണിക്കുക. നമ്മളൊരു സമൂഹത്തിനെ നോക്കിയല്ല നമ്മൾ ജീവിക്കേണ്ടത്. ഞാൻ ഇത്രയും നാളും അങ്ങനെ നോക്കി ജീവിച്ചു. എനിക്ക് ഒരു ബോധം ഉണ്ടായപ്പോഴാണ് ഞാൻ തിരിച്ച് പുറത്തോട്ട് വരാൻ ഉള്ള ഒരു ധൈര്യം കാണിച്ചത്. പിന്നെ ബാക്കിയുള്ളവർക്കും ഒന്നുമില്ലാത്ത ഒരു പ്ലസ് പോയിന്റ് നമുക്കുണ്ട്. ഒരു സമൂഹത്തിന് മുമ്പിൽ നമുക്കൊരു സെലിബ്രിറ്റിയുടെ വിലയാണ്. കാരണം എല്ലാവരുടെയും അറ്റൻഷൻ പിടിച്ചെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. ഒരു പരിപാടിക്ക് പോയാലോ എല്ലാവരുടെയും കണ്ണ് നമ്മുടെ നേരെ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ വരുന്ന കാണുമ്പം അവർ നമ്മൾ തിരിഞ്ഞൊരു നോട്ടം, നേരെ ഇരിക്കുന്നവർ പുറകോട്ട് തിരിഞ്ഞു നോക്കുക, ചെരിഞ്ഞിരിക്കുന്നവർ നേരെ നോക്കുക. ഇതൊക്കെ നമുക്ക് തന്നെ നോക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതൊക്കെ ഇവർ എന്തൊക്കെയാണ് കാണിക്കുന്നതെന്നുള്ളത്. ഞാനൊരു സമൂഹത്തിന് മുമ്പിൽ നേരത്തെ എങ്ങനെയായിരുന്നു വെച്ചാൽ, ഒരു സമൂഹത്തിന് മുമ്പിൽ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ആദ്യം നിലത്തോട്ട് നോക്കിയല്ല ഞാൻ നടക്കുന്നത്. ഞാൻ നോക്കുന്നത് മറ്റുള്ളവരെ ആയിരിക്കും. ആരൊക്കെ എന്നെ നോക്കുന്നുണ്ട്, ആരൊക്കെ എന്നെക്കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെ കുറേ ചിന്തകളായിട്ടാണ് ഞാൻ ഒരു പബ്ലിക്കിന്റെ മുമ്പിൽ പോയിക്കൊണ്ടിരുന്നത്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ആരെയും നോക്കണ്ട. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സൗന്ദര്യമുണ്ട്. പിന്നെ എനിക്കുണ്ടായ ഒരു പേടി, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഫിയർഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ബ്രദറിന്റെ കല്യാണ സമയത്ത് ഞങ്ങളുടെ പള്ളിയിൽ ഒരു കസേരയായിരുന്നു ഇട്ടിരുന്നത്. അത് പഴയ ടൈപ്പ് ഒരു കസേരയായിരുന്നു. വലിയ ഭാരമൊന്നും താങ്ങാൻ പറ്റുന്ന ടൈപ്പ് കസേരകളോ കാര്യങ്ങളൊന്നും അല്ലായിരുന്നു. ഞാൻ അതിലേക്ക് ഇരുന്നപ്പം ആ കസേര ഒടിഞ്ഞു പോയില്ല, ഇങ്ങനെ 4 കാലം ഇങ്ങനെ വള്ളിപ്പോയി. അപ്പം ഞാൻ നേരെ നിലത്തോട്ടേക്ക് അങ്ങ് വീണു. ആ ഒരു സംഭവത്തോടു കൂടി എനിക്ക് കസേര എന്ന് പറയുന്ന സാധനം എൻ്റെ ജീവിതത്തിൽ വലിയൊരു പേടിയായി മാറിയിരിക്കുകയാണ്. ഈവൻ ഒരു റെസ്റ്റോറൻറ്റിൽ പോയാൽ പോലും ഒരു പ്ലാസ്റ്റിക് കസേരയോ അല്ലെങ്കിൽ ഏതെങ്കിലും കസേര കണ്ടു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഒന്ന് എൻ്റെ കൂടെയുള്ളവരെ പറഞ്ഞു വിടും, റെസ്റ്റോറൻറ്റിൽ എങ്ങനത്തെയാ കസേരകൾ, എങ്ങനത്തെയാ, എനിക്ക് ഇരിക്കാൻ പറ്റുന്ന കസേരയാണോ, ഒന്ന് പോയി നോക്കാവോ എന്ന് ചോദിച്ചിട്ട്, അങ്ങനത്തെ കസേരയാണെങ്കിൽ പോലും എൻ്റെ വീട്ടുകാരോ കൂട്ടുകാരോ അവരാരും ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി വരും. കാരണം ഞാൻ കയറത്തില്ലെന്നറിയാം. ഞാൻ പോകാതെ അവരും കയറി ഫുഡ് കഴിക്കില്ല, അല്ലെങ്കിൽ ഒരു ചായ കുടിക്കാൻ പോലും അവർ കയറത്തില്ല. കാരണം എൻ്റെ പേടി അതിന് മാത്രം ഒരു വലിയൊരു ജീവിതത്തിലുണ്ടായൊരു വലിയ പേടിയായിരുന്നു. പക്ഷെ അതിനെയൊക്കെ ഞാൻ ഒരുപാട് ഓവർകം ചെയ്തു. മൊത്തത്തിൽ മാറിയെന്നല്ല, എന്നാലും ഒരു 70% അതിനോടുള്ളൊരു പേടി മാറി. അപ്പം ഇങ്ങനെയുള്ള പേടികളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്കും അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, വണ്ണമുള്ളവർക്ക് കല്യാണം നടക്കത്തില്ല, മക്കളുണ്ടാവത്തില്ല എന്നുള്ള ചിന്തയുള്ള കുറേ ആൾക്കാരുണ്ടാവും. കുറേ സമൂഹത്തിലെ ആൾക്കാരും ഉണ്ടാവും, കുറേ ആൻറ്റിമാരും കാണും, കുറേ ചേച്ചിമാരും കാണും ഇതൊക്കെ പറയാൻ വേണ്ടി. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ലായിരിക്കും. കല്യാണം നടക്കാത്തതല്ല, ചിലപ്പം അവർ കല്യാണം ഇപ്പം വേണ്ടെന്ന് വെച്ചതായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ കരിയർ ഒന്ന് സെറ്റാക്കിയിട്ട് കല്യാണം കഴിക്കാം എന്ന് ചിന്തിച്ചവരായിരിക്കാം. പിന്നെ മക്കളുണ്ടാവാത്ത ആൾക്കാരോട് പോയിട്ട് നിങ്ങൾ തുടരെ ചോദിക്കരുത്, എന്താ മക്കളുണ്ടാവാത്ത, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ. ചിലപ്പോൾ അവർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ലായിരിക്കാം. അവർ ചിലപ്പം ഇപ്പം വേണ്ട, ഒരു ഇച്ചിരി നാൾ കഴിഞ്ഞ് മതി, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ഫാമിലി പ്ലാനിങ്ങോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടായിരിക്കാം. ഇൻ കേസ് ഇനി മക്കൾ ഉണ്ടാവാത്തവരാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പം അവർക്കതൊരു വലിയ ബുദ്ധിമുട്ടാവും. നമ്മൾ ഒരാളുടെ സന്തോഷം കെടുത്തിക്കൊണ്ട് നമ്മൾ എന്തിനാ അത്ര സന്തോഷിക്കുന്നത്? അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വണ്ണമുള്ളവരോടോ വണ്ണമില്ലാത്തവരോട് പോലും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചോദിക്കാൻ നിൽക്കരുത്. കാരണം ഒരു മനുഷ്യനെ എന്തോരം അത് ഹേർട്ട് ചെയ്യും എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പം എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുമല്ലോ. അതുപോലെ തന്നെ വേറൊരു കാര്യം, എന്നെ നേരത്തെ ആൾക്കാരൊക്കെ നോക്കുമ്പം ഞാൻ ഓരോ തൂണിന്റെ പുറകിലോ അല്ലെ അമ്മയുടെ സാരിയുടെ പുറകിലോ മമ്മിയുടെ കയ്യിലുള്ളി പിടിച്ചോ അങ്ങനെയൊക്കെ ഞാനും മാറി നടക്കുമായിരുന്നു. അപ്പം എന്നെ ആൾക്കാർ അടിമുടി നോക്കുമായിരുന്നു. അന്നൊക്കെ എനിക്ക് ഭയങ്കര സങ്കടവും എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ആയിരുന്നു. ഇപ്പം പക്ഷെ അങ്ങനെയല്ല. എന്നെ ആരെങ്കിലും നോക്കിയിട്ടുണ്ടെങ്കിൽ, ഒരു വല്ലാത്ത രീതിയിൽ എന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ തിരിച്ച് അതുപോലെ തന്നെ ഒരു നോട്ടം കൊടുക്കും. അപ്പം ആ നോട്ടത്തിൽ അവർ തന്നെ കണ്ണങ്ങ് മാറ്റിക്കോളും. കാരണം എൻ്റെ ജീവിതം എന്നെ അങ്ങനെ ആക്കി കളഞ്ഞതാണ്. ഞാനും തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി. എന്നെ കളിയാക്കുന്നവരോട് ഞാനും തിരിച്ച് നല്ല മറുപടി അങ്ങ് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു കൂട്ടരാണ്, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം കാണുന്ന എന്തെങ്കിലും പ്രോഡക്ട്സ് വിൽക്കുന്ന ആൾക്കാർ, അവരങ്ങ് അകലെയാണെങ്കിലും ഓടിപ്പിടിച്ച് നമ്മുടെ അടുത്തോട്ട് വരും. വന്നിട്ട് അവർ ആദ്യം ചോദിക്കുന്നത്, ഞങ്ങളിങ്ങനെ ഹെർബൽ ലൈഫ് വിൽക്കാൻ വന്ന ആൾക്കാരാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോഡക്ട്സ് വിൽക്കാൻ വന്ന ആൾക്കാരാണെന്നോ അല്ല അവർ പറയുന്നത്. വണ്ണം കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ, ആൾക്കാരൊക്കെ ഒരുപാട് കളിയാക്കുന്നുണ്ടായിരിക്കും അല്ലേ, ഇതൊന്നും ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ, എനിക്ക് ഇത്ര കിലോ ഉണ്ടായിരുന്നു, ഞാൻ ഇത്ര കിലോയിൽ ഇത്ര കിലോ ആയി കേട്ടോ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആൾക്കാരെ അങ്ങ് ഭയങ്കരമായിട്ട്, ഇവര് ശരിക്കും ബിസിനസ്സിന് ഇറങ്ങിയേക്കുന്നതാണോ അതോ ഇങ്ങനെയുള്ള ആൾക്കാരുടെ
അടിച്ച് നിലത്തിടാൻ വേണ്ടി ഇറങ്ങിയേക്കുന്നതാണോന്ന് അറിയത്തില്ല. ഇങ്ങനെ ഈ ഏജന്റുമാരോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരോട് നിങ്ങളോട് എനിക്കൊരു റിക്വസ്റ്റ് പറയാനുണ്ട്. നിങ്ങളൊരു ബിസിനസ്സായിട്ട് മുമ്പോട്ട് കൊണ്ടുവന്നുണ്ടെങ്കിൽ അതിനെ ഒരാളുടെ മനസ്സ് തകർത്തിട്ട് അല്ല നിങ്ങൾ ബിസിനസ് ചെയ്യേണ്ടത്. നിങ്ങൾ ആ ഒരു സംഭവം കൊടുക്കുന്നുണ്ടെങ്കിൽ അവരോട് നല്ലൊരു ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് കൊടുത്തുകൊണ്ട് നിങ്ങൾ ആ ഒരു ബിസിനസ് ചെയ്യാൻ ശ്രമിക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് പറയുക. കാരണം ഞാൻ ആ ഒരു വേദന ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. എന്തിന്, ഏതോ ഒരു വണ്ണമുള്ളൊരു ചേച്ചി എന്നോട് ഓടിപ്പിടിച്ച് വന്നിട്ട് പറയാം, മോളെ ബാരിയാട്രിക് സർജറി ഉണ്ട്, അത് മെഡിക്കൽ കോളേജിൽ ഇന്ന ഡോക്ടറുണ്ട്, പോയി ചെയ്യുന്നെങ്കിൽ ചെയ്തോ, ഇത്ര രൂപയേ ഉള്ളൂ. ഈ പറയുന്ന ചേച്ചിക്ക് നല്ല വണ്ണം ഉണ്ടെന്ന് ഓർത്തോണം, ആ പുള്ളിക്കാരി ഓടി വന്ന് എന്നെ ജഡ്ജ് ചെയ്യാൻ നിൽക്കുന്നു. അങ്ങനെയും ഒരു പറ്റം ആൾക്കാർ വേറെ ഉണ്ട് കേട്ടോ. അപ്പം ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സമയം കഴിഞ്ഞു പോയിട്ടില്ല. ഒന്നും നമ്മൾ നാളത്തേക്കെന്ന് പറഞ്ഞ് വെക്കുകയും ചെയ്യരുത്. എന്റെ സ്വഭാവത്തിന് ഞാൻ അങ്ങനെയായിരുന്നു. നാളെ ഈ ലോട്ടറിക്കാരെ പോലെയായിരുന്നു. എനിക്ക് വയ്യാതായ സമയത്തും വണ്ണം വെച്ചതിന് ശേഷവും ഞാൻ വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, നല്ല രീതിയിൽ വണ്ണവും കുറഞ്ഞായിരുന്നു. പിന്നെ എനിക്ക് ഈ ഹോർമോണിന്റെ പ്രശ്നം വന്നുകൊണ്ടാണ് ഈ ഒരു വൈറ്റമിന്റെ പ്രശ്നവും തൈറോയിഡിന്റെ പ്രശ്നം ഭയങ്കര പീക്ക് ലെവലായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് വീണ്ടും ഞാൻ വണ്ണം വെച്ചത്. അപ്പം ആ ഒരു സമയത്ത് പോലും നമ്മൾ നാളത്തേക്ക് എന്നുള്ളൊരു പരിപാടി വെക്കരുത്. നമ്മുടെ ഏത് കാര്യവും നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്യാവൂ അത്രയും പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ നടക്കും, നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. അപ്പം ആരെങ്കിലും വണ്ണം കുറയ്ക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്കും വണ്ണം കുറയ്ക്കണം എന്നൊരു ചിന്തയായിട്ടിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെയും കൊണ്ടും പറ്റും. നമ്മളെയും കൊണ്ട് പറ്റാത്തതായിട്ട് ഒന്നുമില്ലടോ, നമ്മളെ കൊണ്ട് പറ്റും, നമ്മളെ കൊണ്ടേ പറ്റുള്ളൂ. അപ്പം എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഹെൽത്തി ഫുഡൊക്കെ കഴിച്ച് ആരോഗ്യമൊക്കെ നോക്കി എല്ലാവരും മുൻപോട്ടേക്ക് പോകുക. ഞാൻ തിങ്കളാഴ്ച തൊട്ട് എൻ്റെ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ കൂടിക്കോ, നമുക്ക് ഒരുമിച്ച് വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യാം. ഒരാൾ നമ്മളെ പുറകെ നിന്നാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്കൊപ്പം ചെയ്യാനുണ്ടെങ്കിലോ നമുക്കൊരു കോൺഫിഡൻസാണ്. അപ്പം നമുക്ക് മൺഡേ കാണാം കേട്ടോ. ടാറ്റാ, ഹാവ് എ നൈസ് ഡേ.